ശ്രദ്ധിക്കുക, ബിസിനസ്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ അടുത്ത് ഒരു കസ്റ്റമർ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്നത് കസ്റ്റമറുടെ ആവശ്യത്തെ മാത്രമാണോ, അല്ല നമ്മളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണോ നമ്മൾ ചിന്തിക്കുന്നത്? ഒന്നുകൂടി ചോദിക്കാം, വളരെ മനസ്സിലാക്കണം. ഒരു കസ്റ്റമർ ഒരു ആവശ്യവുമായി നമ്മളെടുത്ത് വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത് കസ്റ്റമറുടെ ആവശ്യമാണോ നമ്മുടെ കയ്യിലെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണോ? ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഇപ്പോൾ ഉത്തരം പറയും കസ്റ്റമറുടെ ആവശ്യമാണെന്ന്. എന്നാൽ തൊട്ട് നിമിഷത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്റെ പ്രൊഡക്റ്റ് ഇയാളുടെ ആവശ്യത്തിലേക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നല്ലേ? ഇവിടെയാണ് പ്രത്യേകതയുള്ളത്. അതായത് കസ്റ്റമർ ആവശ്യം മുഴുവൻ പോലും നമ്മൾ കേൾക്കാതെ അതിനു മുമ്പ് എന്റെ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന തോട്ട്സ് ആണ് നമുക്ക് ആദ്യം വരുന്നത്. അങ്ങനെ മാത്രമാണ് ഏറ്റവും വരുള്ളൂ. ഇതാണ് ഫണ്ടമെന്റൽ ഓഫ് തോട്ട്സ്. ഇവിടെയാണ് നമ്മൾക്ക് പലപ്പോഴും പറ്റിപ്പോകുന്നത്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പ്രൊഡക്റ്റ് വിൽക്കാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്, അയാളുടെ പ്രശ്നത്തിന്റെ പരിഹാരമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ അയാൾക്ക് വില പ്രശ്നമാവില്ല. നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് അയാൾക്ക് വിൽക്കുമ്പോൾ നമ്മൾ അയാളുടെ ദാസനും അയാൾ രാജാവുമാണ്. കസ്റ്റമർ ഈസ് നോട്ട് എ കിങ്. കസ്റ്റമർ ഒരു ആവശ്യക്കാരനാണ്. ഒരു ടാപ്പ് തുറന്നാൽ വെള്ളം കിട്ടുന്നുവെങ്കിൽ വെള്ളമാണോ അവിടുത്തെ പ്രധാനം, ടാപ്പാണോ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. വെള്ളം അവിടെ ഉണ്ട്, ടാപ്പ് തുറന്നാലേ വരുള്ളൂ. സാധനം അവിടെ ഉണ്ട്, പക്ഷെ ഞാൻ കൊടുത്താലേ അയാൾക്ക് കിട്ടുള്ളൂ എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് അയാളുടെ പ്രശ്നത്തിന്റെ പരിഹാരം എന്റെ കയ്യിലാണെങ്കിൽ ഞാനാണ് രാജാവ്, അവൻ അതിനെ സ്വീകരിക്കുന്ന ആൾ മാത്രമാണ്. നമ്മൾ നേരെ തിരിച്ചാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. കസ്റ്റമർ വന്നാൽ അവനെ കേൾക്കൂ, അവനെ സ്വീകരിക്കൂ, അവന് ഡിസ്കൗണ്ട് കൊടുക്കൂ, അവന് അത് കൊടുക്കൂ. ഒരു കസ്റ്റമർ അങ്ങനെ സാറ്റിസ്ഫൈഡ് ആവില്ല എന്നുള്ള സത്യം അറിയുക. നൺ ഓഫ് ദ കസ്റ്റമേഴ്സ് വിൽ ഹാപ്പി വിത്ത് ദാറ്റ്. അവനൊരു പ്രോബ്ലം ആയിട്ടാണ് നിങ്ങളെടുത്ത് വരുന്നത്. അവനാകെ വേണ്ടത് അതിനൊരു പരിഹാരമാണ്, അല്ലാതെ അവനൊരു പ്രൊഡക്റ്റ് വാങ്ങാനല്ല വരുന്നത്. ഒരു ഡ്രസ്സ് മേടിക്കാൻ വരുന്ന എന്റെ പ്രശ്നം എന്താണ്? എനിക്ക് ഉടുത്തൊരുങ്ങി നടക്കണമെന്നതാണ് എന്റെ പ്രശ്നം. അതിന് പരിഹാരം വേണ്ടിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതോ, നിങ്ങൾ ഇതിട്ട് നോക്കൂ, ഇതിട്ട് നോക്കൂ, ഇതിട്ട് നോക്കൂ, അവനെ തന്നെ വീണ്ടും കൺഫ്യൂഷൻ ആക്കും. യഥാർത്ഥത്തിൽ എനിക്ക് സ്റ്റൈല് കൂടണമെന്ന് പറഞ്ഞ് ഞാൻ പുതിയ ഡ്രസ്സ് മേടിക്കാൻ പോകുമ്പോ കടക്കാരൻ എനിക്ക് കുറേ സാധനം ഇട്ട് തന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാൻ വീണ്ടും കൺഫ്യൂഷനിലായി മാറും. എനിക്ക് ഇതാണോ വേണ്ടത്, ഇതാണോ വേണ്ടത്, ഇതിൽ ഏതാണ് എന്നെ ചൂസ്? എനിക്കറിയാഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ അവനോട് ഒറ്റ കാര്യമുള്ളൂ, ഈ സാധനം നിങ്ങൾക്ക് നല്ല യോജിക്കും, ഒറ്റ മറുപടി മതി. ബുദ്ധിമാനായ ഒരു പർച്ചേസ് കസ്റ്റമർ ആണെങ്കിൽ അവൻ അത് മേടിച്ചിട്ട് പോകും. പക്ഷെ പറ്റിക്കരുത്, അവൻ വീണ്ടും വരേണ്ടവനാണ്. ആത്മാർത്ഥമായി ചെയ്താൽ മതി, അവൻ പറഞ്ഞ പൈസ നോക്കിക്കോളും. ഇതൊന്ന് ബിസിനസ്സിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ.